നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക വികസനത്തിന് ശക്തമായ പിന്തുണ നൽകുന്ന ഒരു മേഖലയാണ് കേരളത്തിലെ മൃഗസംരക്ഷണ മേഖല. കേരളത്തിൽ മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പാണ്. മൃഗസംരക്ഷണ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ നടക്കുന്നത് കേരളത്തിലെമ്പാടുമായി പ്രവർത്തിക്കുന്ന മൃഗസേവന കേന്ദ്രങ്ങളിലൂടെയാണ്. നമ്മുടെ നാട്ടിലെമ്പാടുമുള്ള മൃഗാശുപത്രികൾ, ICDP ഉപകേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനം നൽകുന്ന മികച്ച പരിശീലന കേന്ദ്രങ്ങൾ, കർഷകർക്ക് പശുക്കുട്ടികളെയും ആട്ടിൻകുട്ടികളെയും പന്നിൻകുട്ടികളെയും ഒക്കെ ലഭ്യമാക്കുന്ന വിവിധ ഇനത്തിലുള്ള ഫാമുകൾ, അതുപോലെ രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന വെറ്ററിനറി ബയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, സുശക്തമായിട്ടുള്ള രോഗ അന്വേഷണ വിഭാഗം, ഇതിൻ്റെയൊക്കെ കേന്ദ്രങ്ങൾ മൃഗസംരക്ഷണ വകുപ്പ് സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും സംഘടിപ്പിച്ചിട്ടുണ്ട്. മികവിൻ്റെ കേന്ദ്രങ്ങളായ ഇത്തരം സ്ഥാപനങ്ങളെ സാധാരണക്കാരായ കർഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനായി ഞങ്ങളൊരു ദൃശ്യ പരമ്പരയ്ക്ക് രൂപം കൊടുത്തിരിക്കുകയാണ്. മൃഗസംരക്ഷണത്തിലെ സുവർണ മുദ്രകൾ എന്ന ഈ ദൃശ്യ പരമ്പര അങ്ങേയറ്റം സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. മുട്ടയുടെയും മാംസത്തിൻ്റെയും ഉൽപ്പാദന രംഗവുമായി ബന്ധപ്പെട്ട് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന 2 സ്ഥാപനങ്ങളാണ് നിരണത്ത് പ്രവർത്തിക്കുന്ന താറാവ് വളർത്തൽ കേന്ദ്രവും കൊല്ലം ജില്ലയിലെ കുരുപ്പണിയിൽ പ്രവർത്തിക്കുന്ന ടർക്കി വളർത്തൽ കേന്ദ്രവും. ടർക്കി വളർത്തലിനും താറാവ് വളർത്തലിനൊക്കെ ഒരുപാട് സാധ്യതകളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഈ രംഗത്തേക്ക് ഇറങ്ങിത്തിരിക്കുന്ന കർഷകർക്ക് ആവശ്യമായിട്ടുള്ള താറാവ് കുഞ്ഞുങ്ങളെയും ടർക്കി കുഞ്ഞുങ്ങളെയും ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന ഈ 2 സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഈ അവസരത്തിൽ പരിചയപ്പെടുത്തുന്നു. കാലം എത്ര മാറിയാലും കുട്ടനാടിന് അതിൻ്റെതായ മഹിമയും കീർത്തിയുമുണ്ട്. കള്ളിൻകുംഭങ്ങൾ പേറിയ തെങ്ങിൻതോപ്പുകളും കതിരണിഞ്ഞ വയലേലകളും നീർപ്പൊയ്കകളിൽ നീന്തിത്തുടിക്കുന്ന താറാവുകളുമൊക്കെ കുട്ടനാടിന്റെ മുഖചിത്രത്തിലുണ്ട്. താറാവുകളില്ലാത്ത കുട്ടനാടിനെക്കുറിച്ച് ചിന്തിക്കാനേ കഴിയില്ല. കുറഞ്ഞുവരുന്ന വയലേലകളും ജലാശയങ്ങളുമൊക്കെ ഭീഷണി ഉയർത്തുന്നുണ്ടെങ്കിലും താറാവുകൾ എന്നും കേരളത്തിന്റെ പ്രിയ പക്ഷികൾ തന്നെ. നമ്മുടെ ഗ്രാമങ്ങളുടെ പോഷക സുരക്ഷിതത്വത്തിനും സാമ്പത്തിക സുരക്ഷിതത്വത്തിനും നിർണായകമായ സഹായങ്ങൾ നൽകുന്നുണ്ട് ഈ പക്ഷികൾ. താറാവുകളെ വംശമറ്റു പോകാതെ സംരക്ഷിക്കാൻ അന്നേ പ്രതിജ്ഞാബദ്ധതയുണ്ടായിരുന്നു മൃഗസംരക്ഷണ വകുപ്പിന്. 1966 തുടക്കം. അപ്പർ കുട്ടനാട്ടിൽ നിരണത്ത് തന്നെ താറാവ് ഫാം തുടങ്ങി. ഇന്നും കേരളത്തിലെ ഏക സർക്കാർ വക താറാവ് വളർത്തൽ കേന്ദ്രവും നിരണത്ത് തന്നെ. താറാവുകൾക്കായി വിശാലമായ സൗകര്യങ്ങൾ നിരണത്തുണ്ട്. വലിയ വിശാലമായ ഷെഡുകൾ, ഓപ്പൺ യാർഡുകൾ, കരിങ്കൽ ചിറയിൽ കെട്ടിയൊരുക്കിയ വിസ്തൃതമായ തടാകം, തണൽ മരങ്ങൾ എന്നിങ്ങനെ നീളുന്നു ആ നിര. ചാരയും ചെമ്പല്ലിയും
കേട്ടാൽ തോന്നും ഇഴജന്തുക്കളാണെന്ന്. എന്നാൽ ഇഴജന്തുക്കളെ ഒന്നാകെ തിന്നുന്ന ഒന്നാന്തരം നാടൻ താറാവുകളാണിവർ. ദശാബ്ദങ്ങൾക്ക് മുമ്പ് കുട്ടനാടൻ വയലേലകളിൽ തത്തിക്കളിച്ചവർ. വംശമറ്റുപോയ ഇവരെ സംരക്ഷിച്ച് വളർത്തി പെരുക്കിയെടുത്തതിന്റെ പൂർണ്ണ അവകാശം നിരണം കേന്ദ്രത്തിന് തന്നെ. താറാവ് വസന്തയുടെ കൂട്ടമരണത്തെ തെല്ലൊക്കെ അതിജീവിക്കാൻ ശേഷിയുള്ളവർ. 2 ആഴ്ചയിൽ കൂടുതൽ കേടുകൂടാതെ ഇരിക്കുന്ന നാടൻ മുട്ടകൾ. ചാരയ്ക്ക് പ്രത്യേക തിരിച്ചറിയൽ അടയാളങ്ങളുണ്ട്. നിറം കൊണ്ടും മെയ്യഴകുകൊണ്ടും പൂവന് മാറ്റേറും. അത് ചാര ഇനത്തിൽപ്പെട്ട ഒരു പൂവൻ താറാവാണിപ്പോൾ ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിൻ്റെ തിരിച്ചറിയാനുള്ള പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ചാര ഇനത്തിൻ്റെ നിറമാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ മൊത്തത്തിൽ ചാരനിറം കൂടുതലായിട്ടുള്ളതാണ്. ഇതിൻ്റെ തല വളരെ ഡാർക്കായിട്ട് ഒരു ഇരുണ്ട പച്ച നിറം കലർന്ന നിറമാണ് ഇതിൻ്റെ തലയ്ക്ക്. അതേപോലെ തന്നെ തലയുടെ അടിഭാഗത്തായിട്ട് ഒരു റിങ് പോലെ കാണാനായിട്ട് സാധിക്കും. അതേപോലെ ഈ ചിറകുകളുടെ ഈ ഭാഗത്തായിട്ട് ഒരു ഇരുണ്ട വയലറ്റ് നിറമുള്ള തൂവലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ പൂവൻ താറാവുകളെ തിരിച്ചറിയാനുള്ള മാർഗം അതിൻ്റെ പുറകുവശത്തുള്ള ഒരു വളഞ്ഞ തൂവൽ, ഡ്രേക്ക് ഫെദർ എന്ന് പറയുന്ന ഈ തൂവല്, പ്രത്യേകിച്ച് ഈ വളഞ്ഞിരിക്കുന്ന തൂവലുകൾ പൂവനെ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. കാലുകൾക്ക് ഒരു ഓറഞ്ച് കലർന്ന മഞ്ഞ നിറം ഉണ്ടായിരിക്കും. ചെമ്പല്ലിയാകട്ടെ പുള്ളി കുറഞ്ഞ മങ്ങിയ വർണ്ണമുള്ളവരാണ്. പൂവനെയും പിടയെയും വേഗത്തിൽ തിരിച്ചറിയാം. ചെമ്പല്ലി ഇനത്തിൽപ്പെട്ട പിടത്താറാവാണ്. ഇതിൻ്റെ നിറം വളരെ ലൈറ്റ് ബ്രൗൺ നിറം മൊത്തത്തിലുള്ളത്. പൂവൻ നമ്മൾ കണ്ട് വളരെ ഡാർക്കായിട്ടുള്ള തലയും തൂലുകളും ഒക്കെയാണ്. പക്ഷേ പിടയെ സംബന്ധിച്ചിടത്തോളം വളരെ ലൈറ്റ് കളറാണ്. അതുപോലെ തന്നെ കാലുകളൊക്കെ വളരെ ഓറഞ്ച് കലർന്ന മഞ്ഞ, ഓറഞ്ച് യെല്ലോ നിറത്തിലുള്ള കാലുകൾ. ഇവയ്ക്കും തൂവലിൻ്റെ ഈ ഭാഗത്ത് ഡാർക്കായിട്ടുള്ള ബ്രൗൺ തൂവലുകളുണ്ട്. മറ്റു ഭാഗമൊക്കെ വളരെ ലൈറ്റ് ബ്രൗൺ തൂവലുകളാണുള്ളത്. ചാരയും ചെമ്പല്ലിയും കൂടാതെ വിദേശ സുന്ദരികൾക്കും ഫാമിൽ സ്ഥാനമുണ്ട്. വിയറ്റ്നാം ഇറച്ചിത്താറാവുകളായ ബിഗോവയാണ് ഇതിൽ താരം. 50 ദിവസം കൊണ്ട് 3 കിലോ തൂക്കമെത്തുന്ന ഇവർ ശുഭ്രശോഭയുടെ ചാരുതയിൽ അരയന്നങ്ങളെയും വെല്ലും. ചന്തത്തിൽ വരിവരിയായി നീന്തിത്തുടിക്കുന്ന വിയറ്റ്നാം താരുണ്യം ആരുടെയും മനം കവരും. ഇത് വിഗോവ സൂപ്പറം ഇനത്തിൽപ്പെട്ട ഒരു പിടത്താറാവാണ്. ഇതിൻ്റെയും നിറം തൂവെള്ള നിറം, മൊത്തത്തിലുള്ള തൂവെള്ള നിറവും നല്ല ഓറഞ്ച് യെല്ലോ കാലുകൾ, നല്ല മഞ്ഞ നിറമുള്ള ചുണ്ടുകൾ. അതുപോലെ തന്നെ പൂവനിൽ നിന്ന് വ്യത്യസ്തമായി തിരിച്ചറിയാനായിട്ട് നമുക്കിതിൻ്റെ ശബ്ദം കൊണ്ടാണ് സാധിക്കുക. അതേപോലെ ഇവിടെ ഈ പൂവനിലുള്ള വളഞ്ഞ തൂവൽ ഉണ്ടാവുകയില്ല. വാലിൻ്റെ അറ്റത്തുള്ള വളഞ്ഞ തൂവൽ, ഡ്രേക്ക് ഫെദർ ഇതിന് ഉണ്ടാവുകയില്ല. താറാവുകൾക്ക് രാത്രി പാർക്കാൻ വലിയ കൂടുകളുണ്ട്. രാവിലെ തന്നെ ജീവനക്കാരെത്തി ഓപ്പൺ യാർഡിൽ ചാക്കു വിരിക്കും. പ്രത്യേക തീറ്റ ചാക്കുകളിൽ കൂമ്പാരമാകും. വാതിലുകൾ തുറക്കുന്നതോടെ ഇരമ്പിപ്പാഞ്ഞെത്തുന്ന താറാവ് സൈന്യത്തിന്റെ കുറുകൽ കാതടപ്പിക്കും. തീറ്റയ്ക്കായി മത്സരം തന്നെ. യാർഡിലൂടെ ഒഴുകുന്ന കൃത്രിമ ചാലിന് ഇരുപുറവും ജാഥയായി നടന്നെത്തുന്നവർ തലമുക്കി വെള്ളം നുണയും. പച്ചിലകളും താറാവുകൾക്ക് പ്രിയം തന്നെ. നാരുകൾ ഏറെയുള്ള കുട്ടനാടൻ താറാവ് പായൽ തന്നെ അതിൽ പ്രധാനം. എല്ലാ ദിവസവും അണുനാശിനികൾ സ്പ്രേ ചെയ്ത് ഫാം പരിസരം അണുവിമുക്തമാക്കും. മുട്ടത്താറാവുകളുടെ മാതൃശേഖരമാണ് ഫാമിന്റെ കാതൽ. ചാരയും ചെമ്പല്ലിയുമായി അത് 3000-ഓളം വരും. ബിഗോവയാവട്ടെ 500. 100 പിടത്താറാവുകൾക്ക് 20 പൂവൻ എന്നതാണ് ഫാമിലെ പ്രജനനക്കൂട്ടം. മികച്ച കൊത്തുമുട്ട കിട്ടാൻ ഈ അനുപാതം നല്ലതാണ്. മികച്ച തീറ്റയിൽ വളരുന്ന മാതൃശേഖരം 1.5 കിലോ ഭാരം വരെ എത്തുന്ന മാസത്തിൽ 2 തവണ പ്രകൃതിദത്ത കാൽസ്യമടങ്ങിയ കക്കത്തോട് ആഹാരമാക്കും.
കൊത്തുമുട്ടകൾ പ്രത്യേകം പ്ലാസ്റ്റിക് ട്രേകളിലാണ് ശേഖരിക്കുന്നത്. ജീവനക്കാർ തന്നെ അതിന് മുൻകൈയെടുക്കും. വലിയ ഇൻക്യുബേറ്റർ റൂം ഫാമിലുണ്ട്. പ്രവർത്തന സജ്ജമായ 6 ഇൻക്യുബേറ്ററുകൾ ഇവിടെയുണ്ട്. കൊത്തുമുട്ടകൾ ഫ്യൂമിഗേഷൻ റൂമിൽ കയറ്റി സെറ്റ് ചെയ്ത് അണുവിമുക്തമാക്കും. തുടർന്ന് ഇൻക്യുബേറ്ററിൽ വലിയ ട്രേകളിലായി സെറ്റ് ചെയ്യും. ഇരുപത്തിയെട്ടാം പക്കമാണ് താറാവിൻ മുട്ട വിരിയുക. അവസാന 4 ദിനം ഹാച്ചറിലെത്തുന്നതോടെ മുട്ടകൾ സുരക്ഷിതമാകും. ജീവന്റെ തുടിപ്പുകൾ ബന്ധനത്തിന്റെ തോട് പൊട്ടിക്കുമ്പോൾ ലോകം കാണാനായി ആ ചൈതന്യം വെമ്പി നിൽക്കും. സുന്ദരികളാണ് താറാവിൻ കുഞ്ഞുങ്ങൾ. ബിഗോവയിൽ അത് മിന്നി നിൽക്കും. ഇളം മഞ്ഞപ്പട്ടുമേനിയിൽ റോസാദളമൊത്ത ചുണ്ടുകളും പാദങ്ങളും, പവിഴം പോലെ തിളങ്ങുന്ന കറുത്ത കണ്ണിണകൾ. ചാരയും ചെമ്പല്ലിയും ഒട്ടും പുറകോട്ടല്ല. കണ്ണെഴുതി പൊട്ടുതൊട്ട അഴകാണ് ചാരയ്ക്ക്. ചെമ്പല്ലിക്കാകട്ടെ ആ പുരികമില്ല. വിരിഞ്ഞിറങ്ങുന്ന താറാവിൻ കുഞ്ഞുങ്ങൾക്ക് ബ്രൂഡർ ഒരുക്കി ചൂട് നൽകും. തകിടും കൊട്ടയുമൊക്കെ തടഞ്ഞു നിർത്തുന്ന ബൾബിൻ താപം ഏറ്റുവാങ്ങി താറാവിൻ കുഞ്ഞുങ്ങൾ കരുത്തരാകും. 7 ദിവസം രാത്രിയും പകലും ചൂടുണ്ട്. തുടർന്ന് 7 ദിവസം രാത്രി മാത്രം ബൾബിടും. അഞ്ചാം പക്കം ചില ചെറു പരിശീലനങ്ങളുണ്ട്. താറാവിൻ കുഞ്ഞുങ്ങളെ നീന്തൽ പഠിപ്പിക്കേണ്ട എന്നാണ് ചൊല്ലെങ്കിലും ഫാമിൽ ആദ്യ ആഴ്ച തന്നെ അവയെ നീരണിയിക്കും. ആദ്യ ദിവസം 5 മിനിറ്റ് ആണെങ്കിൽ തുടർന്നുള്ള ദിനങ്ങളിൽ നീന്തൽ സമയം കൂട്ടി നൽകും. ചെറുകുളങ്ങളിൽ പഠിച്ചെത്തുന്നവർക്ക് വലിയ ജലാശയം ആവേശം തന്നെ. കൂട് തുറന്നാൽ നേരെ തടാകത്തിലേക്ക്. ഇണക്കത്തിൽ കുണുങ്ങി പറ്റം പറ്റമായി എത്തുന്നവർ ഒന്നാകെ നീരിലിറങ്ങും. പ്രണയവും കലഹവുമൊക്കെ ഇവിടെ പതിവ് കാഴ്ച. ബൗണ്ടറിയിൽ നിന്ന് എടുത്തു ചാടി ചിലർ തടാകം സ്വിമ്മിംഗ് പൂളാക്കും. നന്നായി മേനി തണുത്താൽ ഇടയ്ക്ക് ഒരു തൂവൽ മിനുക്കാം. പിന്നെ നേരെ കൂട്ടിലേക്ക് തന്നെ. താറാവിൻ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഫാമിലുണ്ട്. 4 ആഴ്ച പ്രായത്തിൽ താറാവ് അറ്റാക്കിനും 6 ആഴ്ച പ്രായത്തിൽ വസന്തയ്ക്കുമെതിരെ കുത്തിവയ്പ്പുണ്ട്. രോഗപ്രതിരോധ ശേഷി നേടിയ താറാവിൻ കുഞ്ഞുങ്ങളെ കർഷകർക്കായി വിൽക്കുന്നുണ്ട്. ഒരു ദിവസം പ്രായമായ കുഞ്ഞുങ്ങൾക്കാണ് ഡിമാൻഡ് കൂടുതൽ. പ്രതിവർഷം 75,000 കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുവാൻ പാകത്തിൽ സജ്ജമാണ് ഇപ്പോൾ നിരണം ഫാം. 2010-2011 വർഷത്തിൽ നമ്മൾ ഇവിടെ നിന്നും ഏതാണ്ട് 84,000 താറാവിൻ കുഞ്ഞുങ്ങളെ കർഷകർക്കായി വിതരണം ചെയ്തു. വരുന്ന വർഷം നമ്മൾ ഏതാണ്ട് 1.25 ലക്ഷം താറാവിൻ കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത്. താറാവ് വളർത്തൽ താല്പര്യമുള്ള കർഷകർക്ക് നമ്മൾ ഇവിടെ നിന്നും താറാവ് വളർത്തൽ പരിശീലനം നൽകുന്നുണ്ട്. ഡക്ക് ഫാമിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഫാം സ്കൂളിൽ
ഇതിനുള്ള സൗകര്യങ്ങളുണ്ട്. എല്ലാ വർഷവും നമ്മൾ ഏതാണ്ട് 10 മുതൽ 15 വരെ പരിശീലന ക്ലാസ്സുകൾ ഇവിടെ നടത്താറുണ്ട്. കൂടാതെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന പരിശീലന ക്ലാസ്സുകൾ ഇവിടെ നിന്നുള്ള വിദഗ്ധർ പങ്കെടുത്ത് പരിശീലനം നൽകാറുമുണ്ട്. കുട്ടനാടിന്റെ ചൈതന്യം സംരക്ഷിക്കാനുള്ള നന്മ നിറഞ്ഞ ശ്രമം. കർഷകർക്ക് അത് കൈത്താങ്ങാകുമ്പോൾ നിരണം കേന്ദ്രത്തിന്റെ നിലയ്ക്കാത്ത സുഹൃതം കൂടിയാകും അത്. അഷ്ടമുടിക്കായൽ, ജൈവസമ്പത്തിന്റെ ചൈതന്യം തുടിച്ചു നിൽക്കുന്ന ഓളപ്പരപ്പ്. കായലിന്റെ വിശ്രുതി പോലെ കീർത്തി കേട്ടിരുന്ന കൊട്ടാരം ഇന്നും കേടുപാടുകളില്ലാതെ നിലനിൽക്കുന്നുണ്ട്. രാജഭരണത്തിന്റെ തിരുശേഷിപ്പുകൾ ഉറങ്ങുന്ന ഇവിടം ഇന്ന് കൈയടക്കി വാഴുന്നത് ടർക്കിപ്പട തന്നെ. ആയിരത്തി 1979 സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് ആരംഭിച്ച ഫാമിൽ ഒന്ന് ഏഷ്യയിലെ നമ്പർ 1 ടർക്കി ഫാമാണ്. ഒന്നും രണ്ടുമല്ല, 2000-ഓളം വരും ടർക്കി സൈന്യം. ലോകമെമ്പാടും പ്രിയപ്പെട്ടവരാണ് ടർക്കികൾ. പേര് സൂചിപ്പിക്കുന്നത് പോലെ ടർക്കി രാജ്യവുമായി അശേഷം ബന്ധമില്ല. പിന്നെ ഈ പേരെങ്ങനെ വന്നു എന്നാവും ചിന്തിക്കുക. ഈ ശബ്ദമൊന്ന് കേട്ടോളൂ എന്ന് ഒരു കൂട്ടർ. ടർക്ക് ടർക്ക് എന്ന ശബ്ദം പേരായതാകാം.